യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ആരാധകരുടെ ആന്തരികമായിട്ടുള്ള മനോഭാവങ്ങൾ എന്തൊക്കെ ആവണം, എന്തൊക്കെ ആയിരിക്കണം എന്ന് കുർബാനയുടെ പ്രാർത്ഥനകളിൽ നിന്നെടുത്ത് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അതിൽ 4 കഴിഞ്ഞ സെഷനിൽ നമ്മൾ പങ്കുവച്ചത്. അവസാനം നമ്മൾ പറഞ്ഞത് നിർമ്മലമായ ഹൃദയവും വിശുദ്ധമായ വിചാരങ്ങളും. നമ്മുടെ കുർബാനയിലെ മർമീസായിക്ക് അല്ലെങ്കിൽ സങ്കീർത്തനത്തിന് മുൻപുള്ള പ്രാർത്ഥനയിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതാണ്. നിർമ്മലമായ ഹൃദയത്തോടും വിശുദ്ധമായ വിചാരങ്ങളോടും കൂടി അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പങ്കുവച്ചത്. 5ാമത്തെ ഒരു മനോഭാവമായി നമ്മുടെ കുർബാനയിൽ കാണുന്നത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള അനുരഞ്ജനമാണ്. ഇതാണ് കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ അങ്ങനെയല്ല പറയുന്നത്. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം. ഓരോ കുർബാനയും പുതിയൊരനുഭവമാണ്, നവമൊരു പീഠമാണ്. ബലിപീഠത്തിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷയും ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷയും പുതിയതാണ്. പക്ഷെ ആ പുതിയ ഓരോ കുർബാനയും നമുക്കൊരു പുതിയ അനുഭവമാകുന്നത് എപ്പോഴാണ്? അനുരഞ്ജിതരായി തീർന്നിടാം. നമ്മൾ ആദ്യ സെഷൻസിൽ ഇതൊക്കെ പറഞ്ഞതാണ്. അനുരഞ്ജിതരായി തീർന്നത്, മറ്റുള്ളവരോട് വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ബലിപീഠത്തെ സമീപിക്കാനായിട്ടാവില്ല. അങ്ങനെ സമീപിച്ചാൽ ആ ഒരു ബലി നമുക്കൊരിക്കലും അനുഭവമാവില്ല. അപ്പം അതുകൊണ്ട് ബലിക്കെത്തുന്ന നമ്മുടെ ഒരു ആന്തരികമായ ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് അനുരഞ്ജനമാണ്, സഹോദരങ്ങളുള്ള അനുരഞ്ജനമാണ്. നമ്മുടെ അനുരഞ്ജന പ്രാർത്ഥനകൾ തന്നെ നമുക്ക് നമ്മുടെ കുർബാനയിൽ കാണാൻ. സമാധാന ആശംസയിൽ എങ്ങനെയാ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം, നമുക്ക് പരസ്പരം അനുരഞ്ജിതരായി തീർന്നിടാം. അതുതന്നെയാണ് സമാധാന ആശംസ എന്ന് പറയുന്നത്. അതുപോലെ അനുതാപ ശുശ്രൂഷയുടെ കാറുസൂസായാലും ഇങ്ങനെ സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട്, മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങാം എന്ന് ഡീക്കൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റുള്ളവരോടുള്ള അനുരഞ്ജനം നമ്മുടെ കുർബാന അർപ്പിക്കാൻ എത്തുന്ന ഒരു ആരാധകൻ്റെ ആന്തരികമായൊരു ഭാവമാണ്. 6ാമതായി നമ്മുടെ കുർബാനയുടെ പ്രാർത്ഥനകൾ കാണുന്നത് ഭയഭക്തി ബഹുമാനം. ഭയമെന്ന് പറയുന്നത് ഒരു ദൈവഭയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തേക്ക് ദൈവം ശിക്ഷിക്കുമെന്നുള്ളൊരു ഭയമല്ല, മറിച്ച് താൻ അയോഗ്യനാണ് എന്നുള്ള തിരിച്ചറിവ് ഉള്ളിൽ നൽകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഭയമുണ്ട്. ആ ഒരു ഭയത്തെക്കുറിച്ചാണ് ഭയഭക്തി ബഹുമാനം. സ്ലീവ ചുംബന ശുശ്രൂഷയ്ക്ക് മുൻപുള്ള പ്രാർത്ഥനയിൽ പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ഭയഭക്തിജനകമായ പീഠത്തിൻ്റെ മുൻപാകെ. അപ്പം അവിടെ നടക്കുന്ന രഹസ്യങ്ങളോടുള്ള നമ്മുടെ ഉള്ളിലെ ഒരു ദൈവഭയം, ഭക്തി. ബലിപീഠം ഭയം ജനിപ്പിക്കേണ്ടത് ആരാധകരിലാണ്. നമ്മൾ ഒരിക്കലും ബലിപീഠത്തെ അല്ല ഭയക്കേണ്ടത്, മറിച്ച് ബലിപീഠം നമ്മുടെ ഉള്ളിൽ തരേണ്ട ഒരു ഭയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭയഭക്തി ബഹുമാന ആദരവ്. കൈവപ്പ് പ്രാർത്ഥനയിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ തിരുമുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ തിരുമുൻപാകെ ശുശ്രൂഷ ചെയ്യാൻ. ദിവ്യരഹസ്യ ഗീതത്തിൽ മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിത എന്ന് പാടി നമ്മളിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിത, പാവന ബലിയുടെ സ്നേഹഭയങ്ങളോടണയുക നാം. ഭയഭക്തിയോടുകൂടി വേണം ഈ ബലിപീഠത്തിലേക്ക് നമ്മൾ എത്താനായിട്ട്. മധുബഹ പ്രവേശനത്തിന് മുൻപുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയാണ്: ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കണേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി. സമാധാന ആശംസയിൽ ഡീക്കിൻ ഇങ്ങനെ ഉദ്ഘോഷിക്കുകയാണ്: ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. നമ്മളങ്ങനെ അലക്ഷ്യമായി നിൽക്കേണ്ടതല്ല. അത്രമാത്രം ദിവ്യതയോടുകൂടി ഉള്ളിലെ ഈ ഭക്തിയും സ്നേഹവും ആദരവും ഒക്കെ നിറഞ്ഞു വേണം നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് എത്താൻ.
അടുത്ത ഒരു ആന്തരിക ഭാവമായിട്ട് നമ്മുടെ കുർബാനയുടെ പ്രാർത്ഥനകൾ കാണുന്നത്, ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച വിശ്വസിക്കുകയും, ഉറച്ച വിശ്വാസം. താനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പോരാ, വിശുദ്ധ കുർബാനയ്ക്ക് എത്തുന്ന ഒരു ആരാധകന്റെ ഉള്ളിൽ ഉറച്ച വിശ്വാസം വേണം. എന്തുകൊണ്ടായി ഉറച്ച വിശ്വാസമെന്ന് നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഓർത്തു നോക്കിയേ, ഒരു പാവപ്പെട്ട ബലഹീനനായ പുരോഹിതന്റെ കരങ്ങളിലേക്ക് ഒരു ഗോതമ്പപ്പം എത്തി, ഏതാനും തുള്ളി വീഞ്ഞും എത്തി, പുരോഹിതനത് ആശീർവദിച്ചിട്ട് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മഹത്വത്തിൻ്റെ പുനരുത്ഥാനം ചെയ്ത അവൻ്റെ ശരീരവും അവൻ്റെ ജീവനുമായി ഈ ഗോതമ്പപ്പവും ഈ ഏതാനും തുള്ളി വീഞ്ഞും രൂപാന്തരപ്പെടുന്നെങ്കിൽ ഒരു വിശ്വാസിക്ക് മാത്രമേ അതിനെ ഉൾക്കൊള്ളാനായിട്ടാവുകയുള്ളൂ. ഇത് ബുദ്ധി കൊണ്ട് എത്ര ശ്രമിച്ചാലും മനസ്സിലാകാത്തൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുർബാനയുടെ ആരംഭത്തിൽ തന്നെ ഞങ്ങളുടെ വിശ്വാസത്തെ നീ ഉറപ്പിക്കണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും. ഇനി എന്താ വിശ്വസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് വിശ്വസിക്കുക. അത് നമ്മുടെ ഒരു പ്രാർത്ഥന ആരാധനാ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എന്തുമാത്രം പേരെ നമ്മൾ വിശ്വസിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നു, രോഗി ഡോക്ടറിനെ വിശ്വസിക്കുന്നു, യാത്രക്കാർ ഡ്രൈവറിനെ വിശ്വസിക്കുന്നു, സുഹൃത്തുക്കൾ തമ്മിൽ ആഴമായ ആത്മവിശ്വാസം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന, അനുഭവിക്കുന്ന, ചെയ്യുന്ന ഒരു കാര്യമാണ് ടു ബിലീവ്, വിശ്വസിക്കുക. അപ്പം അത് പ്രാർത്ഥനയിൽ മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, സഹോദരങ്ങളോടും മറ്റുള്ളവരോടും ഉള്ള ബന്ധത്തിൽ. നമ്മുടെ ബന്ധങ്ങൾ മുഴുവൻ നിലനിൽക്കുന്ന യഥാർത്ഥത്തിൽ വിശ്വാസം എന്നൊരു വാക്കിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വസിക്കുക എന്ന വാക്കിൻ്റെ റൂട്ട് മീനിങ് എന്താണ്? വിശ്വസിക്കുക എന്നതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ആമൻ, ആമൻ എന്നൊരു വാക്കാണ്. ആമൻ എന്ന വാക്കിൽ നിന്നാണ് ആമേൻ എന്ന വാക്കുണ്ടാകുന്നത് തന്നെ. ഈ ആമൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പല അർത്ഥങ്ങൾ ആ വാക്കിനുണ്ട്. ഉറച്ചത്, ദൃഢമായത്, തീർച്ചയുള്ളത്, ശരിയായത്. ഉറച്ചത്, തീർച്ചയുള്ളത്, ശരിയായത്, ഇതാണ് വിശ്വസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇതേ അർത്ഥങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പിസ്തേവു എന്നൊരു വാക്കാണ്. സുറിയാനി ഭാഷയിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക, വിശ്വാസം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്ക് ഹൈമാനൂസ എന്നൊരു വാക്കാണ്. ഹൈമാനൂസ. ഹൈമാനൂസ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഉറച്ചത്, സത്യമായത്, ദൃഢമായത്, വിശ്വസ്തമായത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിക്കുന്നു, ഞാൻ ദൃഢമാക്കുന്നു, ഇത് സത്യമാണ്, തീർച്ചയുള്ളതാണ്. അതാണ് വിശ്വസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ്. അപ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ദിവരഹസ്യങ്ങളെ സമീപിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിലും അവൻ്റെ വാഗ്ദാനങ്ങളിലുമുള്ള അടിയുറച്ച വിശ്വാസമാണ് കുർബാനയുടെ ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് വിശ്വാസിയല്ലാത്ത ഒരുവന്, ഈ ഉറച്ച വിശ്വാസമില്ലാത്ത ഒരുവന് ഒരിക്കലും കുർബാന ഒരു അനുഭവമാകത്തില്ല. ഉറച്ച വിശ്വാസമില്ലാത്തതിൻ്റെ അടയാളമാണ് കുർബാന തുടങ്ങി പകുതി കുർബാനയാകുമ്പോൾ നമ്മൾ വരിക, കുർബാന എഴുന്നള്ളിച്ച് കൊടുക്കുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോവുക, അലക്ഷ്യമായിട്ട് പുറത്ത് മധുബഹായിൽ അല്ലെങ്കിൽ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ നമ്മൾ അലക്ഷ്യമായിട്ട്
പുറത്ത് നിന്നിങ്ങനെ കൂട്ടം കൂടി സംസാരിക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അവിടെ നടക്കുന്നതിനകത്ത് നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇതൊരു ആചാരമായിട്ടും ഒരു അനുഷ്ഠാനമായിട്ടും അങ്ങ് മാറിയിരിക്കുകയാണ്. ഞായറാഴ്ച പലരും എത്തുന്നത് കടം വീട്ടാനായിട്ട് എത്തുന്നതാണ്. വിശ്വാസം ഉണ്ടായിട്ട് എത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ശതമാനം മനുഷ്യർ മാത്രമായിരിക്കും വിശ്വാസം ഉള്ളതുകൊണ്ട് എത്തുന്നത്. പലരും ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, അത് കടമായി കിടക്കും. പിന്നെ എല്ലാവരും പോകുന്നു, ഞാൻ പോയില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും? ഇങ്ങനെയൊക്കെയുള്ള ഭാവത്തിൽ കുർബാനയ്ക്ക് എത്തുന്നവരുണ്ട്. അവരുമൊക്കെ ഇങ്ങനെ വന്നു നിന്നു കണ്ടു തിരിച്ചുപോയി. ഈ അർപ്പിക്കപ്പെടുന്ന ദിവ്യരഹസ്യങ്ങൾ, പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിൻ്റെ വിത്തുകൾ ഒന്നും നമ്മുടെ ജീവിതത്തെ തൊടാറില്ല. വന്നവരെ പോലെ നമ്മൾ തിരികെ പോകുന്നു. വന്നപ്പോൾ ഭാരപ്പെട്ട ഹൃദയമായിട്ട് വന്നു, അതിനേക്കാളേറെ ഭാരമുള്ള ഹൃദയമായി തിരികെ പോകുന്നു. പലർക്കും ഈ കുർബാനയുടെ സമയം ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. പലർക്കും ഈ കുർബാനയ്ക്ക് എത്തുന്നത് ഒരു ടൈം വേസ്റ്റായിട്ട് മാറുകയാണ്. എന്താ കാരണം? വിശ്വാസമില്ല. അപ്പം അതുകൊണ്ട് ഉറച്ച വിശ്വാസമുള്ളവന് മാത്രമേ ഈ രഹസ്യങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ളൂ. അവന് മാത്രമേ ഇത് അനുഭവമാവുകയുള്ളൂ. ഇത് ഈ കാലത്തിൽ മാത്രമല്ല, ഈശോയുടെ സമയത്തും അങ്ങനെ. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു വലിയ ഡിസ്കോഴ്സ്, ഒരു വലിയ പ്രബോധനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നൽകുകയുണ്ടായി. യോഹന്നാൻ 6:51 ഈശോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്, സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കാത്തവൻ മരിക്കും. ഇങ്ങനെയൊക്കെ ഈശോ സംസാരിച്ചപ്പോൾ അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അവരാരും വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, ഇതെന്തൊരു പ്രബോധനമാണ്, ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ വചനം കഠിനമാണ്. എല്ലാവരും അവനെ വിട്ടുപോയി. വചനം അങ്ങനെയാ പറയുന്നത്. എല്ലാവരും അവനെ വിട്ടുപോയി. ഈശോ നോക്കുമ്പോൾ ശിഷ്യന്മാർ മാത്രമാണ് അടുത്തുള്ളത്. ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോണോ? നിങ്ങളെന്താ പോകാത്തെ? പത്രോസ് പറയുകയാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ എങ്ങോട്ട് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ടല്ലോ. ജനം മുഴുവൻ കുർബാനയുടെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ വിട്ടുപോയി. ഈശോ 6:65 ശിഷ്യരോട് പറയുകയാണ്, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും കഴിയില്ല. പിതാവിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ വരം വിശ്വാസമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. പിതാവിൽ നിന്ന് വരം ലഭിക്കാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരിക എന്ന വാക്കിൻ്റെ അർത്ഥം ടു ബിലീവ്, വിശ്വസിക്കുക എന്നാണ്. അപ്പം ആർക്കെങ്കിലും എൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ, വരിക, എന്നിൽ വിശ്വസിക്കണമെങ്കിൽ പിതാവ് വിശ്വാസം എന്ന ദാനം തരണം. അല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല. അപ്പോഴാണ് സ്ത്രീയന്മാർ പറയണം, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വേറെ എങ്ങോട്ട് പോകാനാണ്? യു ആർ ദ ഹോളി വൺ ഓഫ് ഗോഡ്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസമില്ലാതെ നമ്മൾ ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് ഈ കുർബാന അർപ്പണം ഒരു ഭാരമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് കുർബാനയ്ക്ക് സമയം കൂടുന്നു, എന്തിനാ ഇത്ര നേരം കുർബാന എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അതേസമയം നമ്മളൊരു തിയേറ്ററിൽ ഏറ്റവും സുന്ദരമായൊരു ഫിലിം കാണാനായിട്ട് പോയി. 2-2.5 മണിക്കൂർ എടുക്കും ഒരു ഫിലിം കാണാൻ. ഏറ്റവും നല്ലൊരു ഫിലിം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എന്തിനാ ഇത്രയും നേരം ഒരു ഫിലിമിന് എന്തിനാ 2.5 മണിക്കൂർ? പലപ്പോഴും നമ്മൾ ആ ഫിലിം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം നമ്മുടെ കണ്ണ് നിറയുന്നു, മനസ്സിടിക്കുന്നു, പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. കാരണം വി വെർ ഇൻവോൾവ് ഇൻ ഇറ്റ്. നമ്മൾ അതിന് അങ്ങ് ഉൾച്ചേർന്നിരിക്കുകയായിരുന്നു. സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്.
അപ്പം വിശ്വാസമില്ലാതെ നമുക്ക് ഈ രഹസ്യങ്ങളെ സമീപിക്കാനായിട്ടാവില്ല. ഏറ്റവും അവസാനമായി നമ്മുടെ കുർബാനയിൽ ഈ ആന്തരികമായ മനോഭാവത്തെക്കുറിച്ച് പറയുന്നത് തികഞ്ഞ സ്നേഹത്തോടു കൂടി. അത് ഒന്നാമത്തെ ഗഹന്ത പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഉറച്ച വിശ്വാസവും തികഞ്ഞ സ്നേഹവും. തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി. അപ്പം ദിവ്യരഹസ്യങ്ങൾ, ഈ തികഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? തികഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ഒരു സ്നേഹത്തെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. തികഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് ഈ ദിവ്യരഹസ്യങ്ങളോടുള്ള സ്നേഹമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, യു ലേൺ ടു ലവ് ദ യൂക്കറിസ്റ്റ്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പഠിക്കണം. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പഠിക്കണം. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, ഇൻറ്റിമസിയുള്ള, ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവില്ല. ആ നിശബ്ദതയ്ക്കുള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു നീണ്ട വാചാലതയുണ്ട്. അപ്പം അതുകൊണ്ട് പാപ്പ പറയുകയാണ്, ലേൺ ടു ലവ് ദ യൂക്കറിസ്റ്റ്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. സ്നേഹിക്കാത്ത ബന്ധങ്ങളൊക്കെ, സ്നേഹമില്ലാത്ത ബന്ധങ്ങളൊക്കെ ഭാരമുള്ള ബന്ധങ്ങളാണ്. നമ്മുടെ സാധാരണ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സ്നേഹമില്ലാത്ത ബന്ധങ്ങളൊക്കെ ഭാരമുള്ള ബന്ധങ്ങളാണ്. സ്നേഹമുള്ള ബന്ധങ്ങളോ അതൊരു വലിയ അനുഭവമാണ്, അതൊരു ഭാഗ്യമാണ്. അപ്പം സ്നേഹമില്ലാത്ത ബന്ധങ്ങളൊക്കെ ഭാരമുള്ളതാണെങ്കിൽ സ്നേഹമുള്ള ബന്ധങ്ങളൊക്കെ ഭാഗ്യങ്ങളാണ്. സ്നേഹമുള്ളിടത്ത് നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയുന്നു, ജീവിതത്തിൻ്റെ ഭാരം കുറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വിശുദ്ധ കുർബാനയെ ഒന്ന് സ്നേഹിക്കാൻ പഠിച്ചേ. എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കേണ്ട, വാച്ചെ നോക്കി പറഞ്ഞു തീർക്കേണ്ട, പ്രാർത്ഥിച്ചു തീർക്കേണ്ട ഒരു ശുശ്രൂഷയായി ഒരിക്കലും നമ്മൾ വിശുദ്ധ കുർബാനയെ കാണരുത്. കുർബാനയിൽ മുഴുവൻ സ്നേഹമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചറേസ്യ പറഞ്ഞത്. കൊച്ചറേസ്യ പറഞ്ഞു, ദൈവമേ, നീ സർവശക്തനാണ്, നീ സർവജ്ഞാനിയാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി, നീ സർവശക്തനല്ല. നീ സർവശക്തനല്ല. അതിൻ്റെ കാരണം കൊച്ചറേസ്യ പറയുന്ന ഇതാണ്, വിശുദ്ധ കുർബാനയ്ക്കപ്പുറത്ത് ലോകത്തെ സ്നേഹിക്കാൻ നിനക്കാവില്ല. നീ അശക്തനാണ്. എന്നാൽ കുർബാനയിൽ നീ പരമാവധി നൽകി കഴിഞ്ഞ് ഇനി ഒന്നും തരാനായിട്ടില്ല. ഈശോയെ, നിന്റെ ശരീരവും രക്തവും മുഴുവനായി ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്താ തരാനുള്ളത്? ഇപ്പം നീ സർവശക്തനല്ല എന്ന് കൊച്ചറേസ്യ പറയാൻ കാരണം, കുർബാനയ്ക്കപ്പുറത്ത് ഇനി ഒന്നും തരാൻ നിനക്ക് ശക്തിയില്ല, നിനക്കാവില്ല. ബിക്കോസ് യു ഗേവ് യുവർ മാക്സിമം ഇൻ ദ യൂക്കറിസ്റ്റ്. നീ നിന്റെ പരമാവധി വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അത് പരമാവധി സ്നേഹമാണ്. യൂക്കറിസ്റ്റ് ഈസ് ദ മാക്സിമം ലവ് ഓഫ് ദി ഫാദർ ത്രൂ സൺ. പുത്രൻ്റെ ബലിയിലൂടെ ഇതിലപ്പുറത്ത്, ഇതിനുമപ്പുറത്ത് ലോകത്തെ സ്നേഹിക്കാൻ പിതാവായ ദൈവത്തിനാവില്ല. ആ സ്നേഹം നമുക്ക് അനുഭവിക്കണമെങ്കിലോ നമുക്കും ആ രഹസ്യങ്ങളോട്, ബലിപീഠത്തോടുള്ള സ്നേഹം ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്നേഹമില്ലാത്ത ബന്ധങ്ങളൊക്കെ ഭാരമുള്ള ബന്ധങ്ങളാകും, സ്നേഹമുള്ള ബന്ധങ്ങളൊക്കെ ഭാഗ്യമുള്ള ബന്ധങ്ങളാകും.